മോക്കുള്ള ഫീസ് അയച്ചു കൊടുത്തു, ഭാര്യയ്ക്കുള്ളത് അയച്ചു കൊടുത്തു, ലോണിനുള്ളത് അയച്ചു കൊടുത്തു, പിന്നെ ഇവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ മാസം വാങ്ങിയ കടങ്ങൾ അയച്ചു കൊടുത്തു. ഇതെല്ലാം അയച്ചു കൊടുത്തിട്ട് കുറച്ച് പൈസ അവസാനത്തെ കുറച്ച് ദർഹംസ് എനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതും കൊണ്ട് വേണം ഈ മാസം മുഴുവൻ പോകാൻ വേണ്ടിയിട്ട്. ക്ഷമയുള്ളവർ പ്രവാസികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അവർക്ക് ഒരു റൂമിൽ കിടക്കുന്ന സമയത്തുണ്ടല്ലോ, വാതിൽ ഒന്ന് മുട്ടി അടക്കണമെങ്കിൽ അവർ ഒരുപാട് തവണ ഇങ്ങനെ ആലോചിക്കും. ബാക്കിയുള്ളവർ കിടന്നുറങ്ങുക, അവരെ എണീപ്പിക്കാതെ വേണം എന്ത് വേണം, മെല്ലെ ഡോറ് ചാരിയിട്ട് പോകാൻ. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഒച്ചയില്ലാതെ കുളിക്കണം. കാരണം ബാക്കിയുള്ളവർ എഴുന്നേറ്റ് കഴിഞ്ഞാലോ, രാവിലെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 5 മണിക്കോ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകേണ്ടി വരും. അലാറം വളരെ സൈലന്റ് മോഡിലാക്കിയിട്ട് കിടക്കുന്നതിന് അടുത്ത് വെക്കും. അങ്ങനെ പ്രൈവസി ഇല്ല. വീട്ടിലേക്ക് സംസാരിക്കുന്നത് മുഴുവനും തൊട്ടടുത്തുള്ള ആൾക്കാർ മുഴുവൻ കേൾക്കുക വിളിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടിയുള്ളവർക്ക് മനസ്സിലാവും ചെയ്യും അല്ലേ. അപ്പോൾ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവന് മനസ്സിലാവും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കരയുന്നത്, എന്താണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സ് മനസ്സിലാക്കിയ ആൾക്കാരും ഒക്കെ പ്രവാസികളാണ്. ഇവര് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ പിന്നെ പ്രവാസികളുടെ ഭാര്യമാരുണ്ടെങ്കിൽ നെഗറ്റിവിറ്റികൾ, കടബാധ്യതകൾ, ബാധ്യതകൾ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും, പ്രശ്നത്തിലാക്കും, ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിലാക്കും. ഇതും കൊണ്ടാണ് ഈ പാവങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക്